നിങ്ങൾക്കറിയാലോ എറണാകുളമാണ് ഇത്. ഏകദേശം നല്ല രീതിയിൽ മുങ്ങിക്കിടക്കാണ്. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എറണാകുളം മുങ്ങുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. പിന്നെ മഴക്കാലത്ത് ഫ്രണ്ട് ബ്രേക്കിംഗ് സ്കൂട്ടറുകാരോട് എനിക്ക് പ്രത്യേകിച്ച് സ്കൂട്ടർ ബൈക്ക് എന്നിവ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അതുപോലെ തന്നെ സെയിം ടൈം മൊട്ട ടയറിൻ്റെ ത്രെഡ് തീർന്നവർ മാക്സിമം ടയർ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ പൈസ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവനാണ് കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ പോകുന്നത്. എപ്പോഴും നിങ്ങൾ സേഫായിട്ട് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബൈക്സൊക്കെ നിങ്ങൾ ഇതുപോലത്തെ വെള്ളത്തിലൊക്കെ ബൈക്സും അതുപോലെ തന്നെ സ്കൂട്ടേഴ്സും കാറുകളാണെങ്കിലും വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കുറവുള്ള കാറൊക്കെ നിങ്ങൾ കിടക്കണ നോക്കിയാൽ വെള്ളത്തിൽ മുങ്ങിയാ കിടക്കണത്. ഇതിൻ്റെ കുറച്ചും കൂടെ ഏകദേശം എഞ്ചിനിലൊക്കെ ടച്ച് ആവുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വണ്ടികളൊക്കെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വെള്ളം പൊങ്ങണമുണ്ട്, റോഡിലേക്കൊക്കെ വന്ന് ഗതാഗതം തടസ്സപ്പെടുകയാണ്. നോക്കി വീട്ടുകാരൊക്കെ കിടന്ന് പണിയെടുക്കണ പാവങ്ങളുണ്ട്, സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇലക്ട്രിക് കമ്പികളൊക്കെ വെള്ളത്തിൽ വീഴണക്കാനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. വെള്ളം കയറിയാൽ പെട്ടെന്ന് സെൻസർ പോകും. അതുകൊണ്ട് ഓവറായിട്ടുള്ള വെള്ളത്തിലൊന്നും ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക, വഴിമാറി പോവുക. മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഹൈവേ റോഡ്സ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇത് റോഡാണെന്നല്ലേ, പക്ഷേ ഈ സൈഡിൽ കാണുന്നതില്ലേ വലിയൊരു കനാലാണ്. ഇതിലിപ്പോ അറിയാൻ പാടത്തും വന്നു കഴിഞ്ഞാൽ നേരെ കനാലിലേക്ക് പോകും. സത്യം ഉറപ്പായിട്ട് എന്തായാലും പോകും. അപ്പൊ എപ്പോഴും ഇതുപോലത്തെ റോഡിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ശരി ഗൈസ്.